ഷാജനും വേടനും. എന്തിനാണ് ഷാജനും വേടനും അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഈ ചോദ്യം ചോദിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ ഈ ചോദ്യം ചോദിക്കേണ്ടതാണ്. കാരണം ഒരു യൂട്യൂബർ എന്ന പേരിലാണല്ലോ ഷാജൻ സ്കറിയ അറിയപ്പെടുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി ജനം വല്ലാതെ തിരിച്ചറിഞ്ഞു ഷാജൻ സ്കറിയയെയും വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയെയും. എന്നാൽ ഒരു യൂട്യൂബർ ആയി മാത്രം അറിയേണ്ട ഒരാളെ അനാവശ്യ വിവാദങ്ങളിലേക്ക് പിടിച്ചു വലിച്ചുഴച്ച് വല്ലാത്ത ഒരു വിവാദ നായകനാക്കി മാറ്റുന്നു. എന്നിട്ട് ആ പ്രതിനായകന് ജനത്തിൻ്റെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാൻ സർക്കാരിന് കഴിയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്ന സർക്കാരും കുറേ മതനേതാക്കളും പിന്നെ ഇവിടുത്തെ ചില മുഖ്യ ധാരാ മാധ്യമ മാമന്മാരും കൂടി ചേർന്നാണ്. അതിൻ്റെ ഫലം കൊയ്യാൻ ശ്രമിക്കുന്നത് സർക്കാരും പിന്നെ എച്ചിൽ കഴിക്കാൻ നടക്കുന്ന ജാതിക്കോമരങ്ങൾക്കും മാധ്യമ മുതലാളിമാർക്കുമാണ് അതിൻ്റെ താല്പര്യം. ഇവിടെ ഷാജൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടതും അത് വലിയ വിവാദമാക്കിയതും അന്തിച്ചർച്ച നടത്താൻ പാകത്തിലാക്കിയതുമൊക്കെ ഇവിടുത്തെ സർക്കാരും മാധ്യമങ്ങളും പോലീസുമൊക്കെ ചേർന്നാണ്. അകത്താക്കി ഷാജൻ്റെ വായടപ്പിക്കാൻ നോക്കിയ പോലീസിനും സർക്കാരിനുമൊക്കെ എന്നാൽ അവർ പ്രതീക്ഷിച്ച മൈലേജ് കിട്ടിയതുമില്ല. ഷാജനും വേടനുമൊക്കെ നല്ല മൈലേജ് കിട്ടുകയും ചെയ്തു. ഓൺലൈൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇവിടുത്തെ ഈ മുഖ്യധാരാ മാമന്മാർക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിലെ പല ഉന്നതർക്കുമൊക്കെ പരമപുച്ഛമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് അവരെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്നാണ്. നിങ്ങൾക്ക് ഭയമുള്ളത് കൊണ്ടാണല്ലോ ഷാജനെയും മുൻപ് ITA ന്യൂസിനെയും ഒക്കെ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ വായടപ്പിക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഓൺലൈൻ മാധ്യമങ്ങളുടെ വായടപ്പിച്ചാൽ എന്ത് അഴിമതിയും പുറത്തു വരില്ല എന്ന് സർക്കാരിനറിയാം. കാരണം ഇവിടുത്തെ ചില ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുതലാളിമാർക്ക് സർക്കാരിനോടും പാർട്ടിയോടും വല്ലാത്ത പ്രതിബദ്ധതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ ഒന്നും തന്നെ പുറത്തു വരില്ല. അതുകൊണ്ട് മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരുടെ വായടപ്പിക്കേണ്ട, അവരെ ജയിലിലും അടയ്ക്കേണ്ട, കാരണം അവർ സേഫാണ്. എന്നാൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള മാധ്യമങ്ങളാണ്. കാരണം അവർക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട, സർക്കാരിനെയും രാഷ്ട്രീയ പാർട്ടിയെയും മതനേതാക്കളെയും ജാതിക്കോമരങ്ങളെയും സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് ജനത്തിനെ വഞ്ചിക്കുന്ന ഒരു കാണ്ടാമൃഗങ്ങളെയും പ്രീതിപ്പെടുത്തേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് ഷാജൻ സ്കറിയയ്ക്കെതിരെ ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 79-ാം വകുപ്പ്, IT നിയമത്തിലെ 120-ാം വകുപ്പ്, കേരള പോലീസ് ചട്ടങ്ങളുമൊക്കെ കൂടി ചേർത്ത് ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഷാജനെ അകത്താക്കാൻ നോക്കിയത്. ഷാജനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി അപകീർത്തികരമായിട്ട് വാർത്ത നൽകിയെന്ന മാഹി സ്വദേശിയായിട്ടുള്ള യുവതി നൽകിയ ഒരു പരാതിയിലാണ് എന്നുള്ളതാണ്. തനിക്കെതിരെ വീഡിയോയിലൂടെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നും അപകീർത്തികരമായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നുമാണ് യുവതി ആ പരാതിയിൽ പറയുന്നത് എന്നുള്ളതാണ്. അല്ല, ഇതാണ് കേസിന് ആധാരമായ കാരണമെന്നിരിക്കെ തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് കാരണം പോലും പറയാതെ പിടികൂടി കൊണ്ടുപോകുന്നു ഷാജനെ. എന്തിനാണ്? പകൽ വെളിച്ചത്തിൽ ഒരു പോലീസുകാരനെ അയച്ച് വിളിപ്പിച്ചാൽ പോലും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആളാണ് ഷാജൻ എന്നിരിക്കെ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഇമാതിരി ഒരു പ്രഹസനം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. പാതിരാത്രിയിൽ വീട്ടിലേക്ക് ഒരു കൂട്ടം പോലീസുകാർ കയറി ചെല്ലുന്നു, ഗുണ്ടകളെ പോലെ. ഉടുമുണ്ടിൽ അദ്ദേഹത്തെ ഉടുപ്പ് പോലും ഇടാൻ സമ്മതിക്കാതെ ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു. എന്ത് പാതകമാണ് അയാൾ ചെയ്തത് എന്ന് പറയുവാനുള്ള സാമാന്യ മര്യാദ പോലും ഈ പോലീസുകാർ കാണിച്ചില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ ലാഭം അതും ഷാജന് തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഷാജൻ കാത്തിരുന്ന ഒരവസരമായിരുന്നു അത്. തന്നെ കൃസംഗി എന്ന് വിളിക്കുന്നവന്മാർക്കുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ഉടുപ്പില്ലാത്ത മാറിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അയാളൊരു വിശ്വാസിയാണ് എന്ന് തെളിയിക്കുന്ന മാല അത് ജനം കണ്ടതാണ്. ചാണകസംഖി എന്ന് അദ്ദേഹത്തെ കമൻറ്റിലൂടെ തെറി വിളിക്കുന്നവന്മാർക്കുള്ള ചുട്ട മറുപടി കൂടിയാണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചില കമൻറ്റോളികളൊക്കെ പറയുന്നത് പോലെ ഉടുപ്പിടാൻ മറന്നെങ്കിലും മാലയിടാൻ മറന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനു മുൻപും ഇത്തരത്തിൽ ഷാജനെ അറസ്റ്റ് ചെയ്യുകയും അത് വലിയ വിവാദമാകുകയും വലിയ ചർച്ച വരെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷാജനെയും ഓൺലൈൻ മാധ്യമങ്ങളെയും വായടപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരും പോലീസും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ. അപ്പോൾ ആ ഓപ്പറേഷനിൽ സത്യത്തിൽ നേട്ടമുണ്ടായത് ഷാജന് തന്നെയാണ്. ഒരു പ്രത്യേക ഫിഗറാകാൻ അവസരമുണ്ടാക്കി കൊടുത്തു പിണറായിയും
പിണറായിയുടെ പോലീസും എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. മുൻപ് ഒരിക്കൽ ഈ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് സംബന്ധിച്ചിട്ടുള്ള അതിനെക്കുറിച്ചൊരു വിശകലനം ചെയ്യുമ്പോൾ മോദിയെ സ്നേഹിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള അക്രമം ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു കേസ്, അത്തരത്തിലൊരു കേസുണ്ടായിരുന്നു അങ്ങ് തിരുവനന്തപുരത്ത്. കൂടാതെ പോലീസിൻ്റെ ഈ വയർലെസ് സന്ദേശം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മോഷ്ടിച്ച് ചാരപ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അങ്ങ് ആലുവയിലും ഉണ്ടായിരുന്നു മറ്റൊരു കേസ് പോലീസ് വക. അപ്പോൾ ഇവയൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ നിരവധി തവണ ഷാദിനെ തേടി പോലീസ് നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് ഫലം? ഷാജൻ സുപ്രീം കോർട്ട് വരെ പോയി കേസ് നടത്തുന്നു, പുറത്തു വരുന്നു. സർക്കാരെ, നിങ്ങളുടെ മണ്ടത്തരത്തിലൂടെ ഒരാൾ ജനപ്രിയനാകുന്നതാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറുമൊരു യൂട്യൂബറെ നിങ്ങൾ എന്തിന് വൈറലാക്കി എന്നുള്ളതാണ്. ഇനി ഇതിനെക്കാട്ടിലും പ്രശ്നമാണ് വേടൻ്റേത്. ആരാണ് വേടൻ? ഇയാളെ ആരറിയാനാ? യുവാക്കൾക്കും കുട്ടികൾക്കും സുപരിചിതനാണ്. എന്നാൽ ഇപ്പോൾ അറിയും പോലെ ആബാലവൃദ്ധ ജനങ്ങൾക്കും ഇയാളെ അറിയില്ലായിരുന്നു. പക്ഷെ നമ്മുടെ സർക്കാർ അത് ശരിയാക്കി കൊടുത്തു. എല്ലാം ശരിയാക്കുന്നതാണല്ലോ നമ്മുടെ സർക്കാർ. വേടനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. എന്തിനാ, എങ്ങനാ എന്നൊക്കെ ചോദിച്ചാൽ, കാരണം ലഹരിയാണ്, കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിൽ, ഇങ്ങനെ ഒരു വാർത്ത പെട്ടെന്നുണ്ടാകുന്നു. സത്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഈ സംഗീതജ്ഞൻ്റെ യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി എന്നാണ്. പലർക്കും അത് അറിയില്ല, വേടനെ അറിയാവൂ. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിൽ പാലസ് പോലീസ് അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ പരിശോധന നടത്തുന്നു. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുന്നു. ഈ വേടനും സഹപ്രവർത്തകരും പ്രാക്ടീസ് ചെയ്യാൻ വന്നിരുന്ന സ്ഥലമാണ് ഇത് എന്നുള്ളതാണ്. മയക്കുമരുന്നിന് പുറമെ മൊബൈൽ ഫോണും ഏകദേശം 9.5 ലക്ഷം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. അവിടെ നിന്നും ഗായിക ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്യുന്നു. രസകരമെന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, പറയട്ടെ. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ ആരാധക വൃന്ദമുള്ള സംഗീതജ്ഞനാണ് ഇദ്ദേഹം. തൻ്റെ സംഗീത പരിപാടികളിൽ മയക്കുമരുന്ന് ഭീഷണിക്കെതിരെ എപ്പോഴും പ്രചരണം നടത്താറുണ്ടായിരുന്നു ഇദ്ദേഹം. പക്ഷേ അങ്ങനെ ആ വലിയ വാർത്ത ഒരു വലിയ വാർത്തയാക്കി മാറ്റാൻ ഈ അറസ്റ്റിന് കഴിയുന്നു. ചാനലുകൾ മത്സരിച്ച് ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നു. ഈ നാട്ടിൽ ഇനി അറിയാനായിട്ട് ആരുമില്ല. എല്ലാവരെയും മാധ്യമങ്ങളും നാട്ടുകാരും പോലീസും എല്ലാവരും കൂടി ചേർന്ന് അറിയിച്ചു വേടനെക്കുറിച്ച്. ഇതിലെ ക്ലൈമാക്സ് അറസ്റ്റിലായവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ പിടിച്ചെടുത്ത കള്ളക്കടത്തിൻ്റെ ഉറവിടം അന്വേഷിച്ച് കണ്ടെത്താൻ തീരുമാനമാക്കിയെന്ന് പോലീസ് പറയുകയും ചെയ്തു. വേടൻ ഫ്ലാറ്റിലേക്ക് പോവുകയും ചെയ്തു. വലിയ സൂപ്പർ സ്റ്റാറോ ഒന്നും അല്ലാതിരുന്ന വേടൻ എന്ന റാപ്പ് ഗായകനെ ലോകത്തിന് അറിയിച്ചു കൊടുക്കുവാൻ സർക്കാരിൻ്റെ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. വേടന് പണി കൊടുക്കുവാൻ നോക്കിയ സർക്കാരിനാണിപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം വേടനിപ്പോൾ കൂടുതൽ പ്രോഗ്രാംസ് ബുക്കിങ്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാതെ ഈ ഒരു കുറവും ഈ പ്രോഗ്രാമുകളിലൊന്നും സംഭവിച്ചിട്ടില്ല. സർക്കാരിൻ്റെ പരിപാടിയിൽ പോലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് പോലും വേടന് ലാഭമാണ്. എന്നാൽ ഇത്തരത്തിൽ നടത്തുന്ന ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള നടപടികൾ സർക്കാരിന് ബൂമറാങ്ങായി മാറുന്നുണ്ട്. വീഴ്ച പറ്റി എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനേറ്റ വൻ തിരിച്ചടിയാണ് വേടൻ്റെയും ഷാജൻ്റെയും അറസ്റ്റിലൂടെ ഉണ്ടായത് എന്നുള്ളതാണ്. എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? എന്ത് നേട്ടമാണ് സർക്കാരിന് ഇതിലൂടെ ഉണ്ടായത്? ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് നല്ല കോട്ടവും സംഭവിച്ചു. ജനം വെറുക്കുന്ന ഒരു സർക്കാരായി മാറുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലം വേട്ടക്കാരൻ്റേതല്ല, ഇരയുടേതാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ ഈ 2 കേസിലും ഷാജനും വേടനും അവരെ അറസ്റ്റ് ചെയ്ത് മൂലക്കിരുത്താൻ നോക്കി. പക്ഷേ അവർ ഉദിച്ചുയർന്നു. ജനം അവരോടൊപ്പം നിന്നു, അതായത് ഇരകൾക്കൊപ്പം നിന്നു. ഞാനിവിടെ വേടനെ ന്യായീകരിക്കുകയോ ഷാജനെ ന്യായീകരിക്കുകയോ അല്ല. പക്ഷേ ഷാജൻ ചെയ്തത് മറ്റൊരു തരത്തിലുള്ളതാണ്. ആ തെറ്റിൻ്റെ ശരികളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ വേടൻ ചെയ്തത് ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും ഷാജനുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുവാൻ കഴിയുന്നതല്ല. പക്ഷേ ഇവിടെ വേടൻ ചെയ്ത ലഹരിക്ക് ഒരിക്കലും നമ്മൾ കൂട്ടുനിൽക്കുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത രീതിയും സാഹചര്യങ്ങളും തിടുക്കവുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഷാജനും വേടനും ചെയ്ത അറസ്റ്റിലൂടെ നഷ്ടം സംഭവിച്ചത് സർക്കാരിനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയോ മറച്ചു വയ്ക്കുവാനുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു രാത്രിയിൽ പോലീസ് ഗുണ്ടകൾ ഷാജനെ അറസ്റ്റ് ചെയ്യാനെത്തുന്നതും മറ്റൊരു രാത്രിയിൽ ഇതുപോലെ തന്നെ വേടനെ അറസ്റ്റ് ചെയ്യാനെത്തുന്നതും. അപ്പോൾ ഷാജനും വേടനും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെ ഒരിക്കലും ഒന്നായി തന്നെ കാണുന്നുമില്ല. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ, ആ നടപടികളാണ് നിർത്തിവെക്കേണ്ടത്. ഓൺലൈൻ മാധ്യമങ്ങളുടെ വായടപ്പിക്കുവാൻ നോക്കുന്നത് സർക്കാരിൻ്റെ അഴിമതി പുറത്തു വരാതിരിക്കാനാണ്. പക്ഷേ അത്തരത്തിൽ നിങ്ങൾക്ക്
ഷാദിനെയല്ല എത്ര പേരെ അകത്താക്കാൻ കഴിയും? ഇനിയുമുണ്ടാകും അത്തരത്തിൽ നട്ടലുള്ള ആണുങ്ങൾ. ഇവിടെ ഞങ്ങളടക്കം ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ സത്യം വിളിച്ചു പറയുന്നത് ഭയം തൊട്ടു തീണ്ടാത്തത് കൊണ്ട് തന്നെയാണ്. ആരെയും പ്രീതിപ്പെടുത്താനില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ആരോടും പ്രീണന മനോഭാവം കാട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഷാദിനും ഞങ്ങൾ i2i ന്യൂസും ഉൾപ്പെടെയുള്ള എല്ലാവരും, എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, കണ്ണു തുറന്നുകൊണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.